പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തിൽ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്നാൽ, സിരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ എത്ര എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. പ്രേക്ഷണം, നമ്മളിത് ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ എത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് സക്രിയ പ്രവാചകന്റെ ദർശനമായിട്ട് ദൈവം കൊടുക്കുക. ആലയപണിയുള്ള ബന്ധത്തിൽ ആലയപണിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് ഭൂമിയിലെ സൈന്യബലം കൊണ്ടോ ശക്തി കൊണ്ടോ പണിതെടുക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവശക്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകനോട് ഈ കാലഘട്ടത്തിലുള്ള ദൈവജനത്തിന് മുന്നറിയിപ്പ് തരുമ്പോഴേ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിതരെ, നാം ലോകത്തിന്റെ ശക്തിയെ കണ്ട് ഭയപ്പെടുകയോ ലോകത്തിന്റെ ശക്തിയെ കണ്ട് നമ്മൾ നിഗളിച്ചു പോവുകയോ ചെയ്യരുത്. ഓരോ രാജ്യത്തിനും ഓരോ അധികാരങ്ങളും ഭരണ സംവിധാനങ്ങളും സൈന്യവും ഒക്കെ അതിന്റെ ശക്തികളും ഒക്കെ ഉണ്ട്. അത് അവരവരെ അവർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതങ്ങൾക്ക് ശക്തിയുണ്ട്, അല്ലേ? അവരുടെ ആഡംബരമാണ് ശക്തി എന്ന് പറയുന്നത്. മതങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയല്ല, ആഡംബരത്തിന്റെ ശക്തിയാണ്. ആഡംബരത്തിലൂടെ മതങ്ങൾ അവരുടെ ശക്തി പ്രകടനം നടത്തുന്നു. രാഷ്ട്രീയക്കാർക്ക് ശക്തിയുണ്ട്, രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ അവർ ശക്തി വെളിപ്പെടുത്തുകയാണ്. പിന്നെ അവരുടെ അധികാരികൾ ശക്തിയുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിനും ശക്തിയുണ്ട്. ദൈവം ഭൂമി സൃഷ്ടിച്ച സകല മൃഗങ്ങൾക്കും ശക്തിയുണ്ട്, സകല ഇഴജാതികൾക്കും ശക്തിയുണ്ട്, പക്ഷി പറവജാതികൾക്ക് ശക്തിയുണ്ട്. ആമി സ്രോത പോലെ കടലിന്റെ ശക്തിയുണ്ട്, കാറ്റിന് ശക്തിയുണ്ട്, തീക്ക് ശക്തിയുണ്ട്, സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് എല്ലാം ശക്തിയുണ്ട്, പ്രകൃതിക്ക് ശക്തിയുണ്ട്. ഉള്ളത് പറഞ്ഞ ശക്തി ഇല്ലാത്തതൊന്നുമില്ല. മനുഷ്യനെ ചുട്ടരിച്ച് കളയുന്ന വൈദ്യുതി വലിയ ശക്തിയാണ്. മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ കരണ്ട് അടിച്ചപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാകും. അങ്ങനെ വിവിധ ശക്തികൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ദൈവശക്തിയോളം വലിയ ശക്തിയൊന്നുമില്ല. പ്രൈസലോ, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ദൈവശക്തി കഴിഞ്ഞിട്ടേ മറ്റൊരു ശക്തിയുള്ളൂ, അല്ലേറിയ. അതുകൊണ്ട് ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മുഴുവൻ ലോകത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന, ഓരോ ദിവസത്തെ നിയന്ത്രിക്കുന്ന, രാമും പകലും മാറി മാറി വരികയും മനുഷ്യന്റെ ജീവിതത്തെ ഒരേപോലെ ക്രമീകരിക്കുകയും ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ ജനത്തെ ഒരുപോലെ കാണുകയും കേൾക്കുകയും അവന്റെ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ ഹൃദയ നിരൂപണങ്ങൾ, ഏത് ഭാഷക്കാരനായിരുന്നു, ഏത് ജാതിക്കാരനായിരുന്നാലും ആമി സ്തോത്രം, ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലുള്ളവരുണ്ട്, അതുപോലെ വനാന്തരങ്ങൾ താമസിച്ച് എല്ലാ മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന, അവനെ പോറ്റുന്ന, പുലർത്തുന്ന, സംരക്ഷിക്കുന്ന അല്ലേലൂയ ഒരു ദൈവമുണ്ട്. അവനാണ് കർത്താവ് യേശു ക്രിസ്തു, അല്ലേലൂയ, സൈന്യങ്ങളുടെ ദൈവം, അല്ലേലൂയ. അതെ, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തിയാണെങ്കിൽ ലോകത്തിന്റെ ശക്തികൾ നിന്നെ ഒന്നടങ്കം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിനക്ക് ജയിക്കാൻ കഴിയും. ഞാൻ കുറെ ശക്തികളെ കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെ ഒരു ശക്തിയുണ്ട്, സാത്താന്റെ ശക്തി, അല്ലേലൂയ. സാത്താൻ ഒന്നടങ്കം ജനങ്ങളെ ഒരുപോലെ തകർത്ത സാത്താന്റെ അനുയായികളാക്കി മാറ്റി അവന്റെ സങ്കേതമാകുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പലരെയും തട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. അതെന്താണ് ചെയ്യുന്നത്? മനുഷ്യരുടെ പാപം ചെയ്യിക്കും. പാപം ചെയ്ത് പാപത്തിന് അധീനമായ ശരീരത്തിൽ പാപ സ്വഭാവത്തിൽ മനുഷ്യൻ തള്ളിവിട്ടിട്ട് ആമേൻ ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ സഭയായി, ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ പ്രാർത്ഥനാപൂരമായി, ദൈവത്തിന്റെ കൃഷിയിടമായി തെരഞ്ഞെടുത്ത നമ്മെ അതിൽ നിന്ന് അകറ്റി മാറ്റിയിട്ട് സാത്താൻ തന്റെ തന്ത്രങ്ങൾ നമ്മളിലൂടെ കടത്തിവിട്ട് ദൈവത്തോട് നമ്മൾ പ്രതികാര മനോഭാവമുള്ളവരാക്കി മാറ്റി, ദൈവത്തോട് മത്സരിക്കുന്നവരാക്കി മാറ്റി, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി നാം ദൈവശക്തി നിറയപ്പെടാൻ കഴിയാതെ സാത്താന്റെ ശക്തിയിൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക് നമ്മെ തള്ളിവിട്ടിട്ട് അവന്റെ സങ്കേതമാകുന്ന നരകത്തിലേക്ക് അവൻ അനുപത്തി ആളുകളെ നയിച്ചു കൊണ്ടുപോയി ഇപ്പം പലരെ അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിലൊരാളാകരുത്. അപ്പൊ സകല ശക്തിയേക്കാൾ വലിയ ശക്തിയുള്ള യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കണം. പിതാവായി ദൈവ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധനായി ജീവിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധനായി നിന്നുകൊണ്ട് ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടുക എന്നുള്ളതാണ്.
ഹല്ലേലൂയ. ദൈവം നമ്മെ ശാസിക്കും, ദൈവം നമ്മെ ശിക്ഷിക്കും, ദൈവം നമ്മെ സ്നേഹിക്കും, ദൈവം നമ്മെ കരുതും, ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് കൂടെ നടക്കും, ദൈവം നമ്മുടെ വലം കൈ പിടിക്കും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ അവൻ ആശ്വസിപ്പിക്കും. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും നമ്മെ മറന്നു കളയാതെ തന്റെ ഉള്ളംകരങ്ങൾ വഹിക്കുന്നവനാണ്. നമ്മുടെ 24 മണിക്കൂർ ജീവിതത്തിനകത്ത് ഒരു നിമിഷം പോലും അവൻ മാറി നിൽക്കാതെ സദാസമയം നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത്ര ശക്തിയുള്ള ദൈവത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, ജീവിതത്തെ, ശരീരത്തെ നീ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തെ ദുരന്തങ്ങളെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പലരും എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നത്, പാസ്റ്റർ, കുടുംബത്തിനകത്ത് കഷ്ടതയാണ്, സങ്കടമാണ്, ദുഃഖമാണ്, കണ്ണുനീരാണ്, സാമ്പത്തിക ഞെരുക്കമാണ്, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, ഭാര്യയെ കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് സമാധാനമില്ല, അമ്മായിയെ കൊണ്ട് സമാധാനം, മരുമോളെ കൊണ്ട് സമാധാനമില്ല, സഹോദരന്മാർ തമ്മിൽ ചിഹ്നഭിന്നമായി കിടക്കുന്ന ബന്ധങ്ങളിൽ പരസ്പരം മിണ്ടത്തിന് സഹകരിക്കത്തില്ല, വീട്ടിൽ പ്രാർത്ഥനയിൽ, ആരാധനയിൽ ഒരു സമ്പർക്കങ്ങളുമില്ല. അങ്ങനെ എല്ലാവരും ചിഹ്നഭിന്നമായി ഇരിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. സഭയിൽ ചെന്ന പ്രശ്നം, ദേശത്ത് ചെന്ന പ്രശ്നം, സമൂഹത്തിൽ ചെന്ന പ്രശ്നം, ഹല്ലേലൂയ, എവിടെ ചെന്നാലും പ്രശ്നമാണെന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കണം. ശരിയാണ്, ഞാൻ പ്രാർത്ഥിക്കേണ്ടപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിന്റെ ശക്തി, സാത്താന്യ ശക്തി നിന്റെ ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ, നിന്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവിക ശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വ്യക്തികളിൽ പാപം പ്രവേശിച്ചപ്പോൾ കുടുംബത്തിനകത്ത് ദുരന്തങ്ങൾ വന്നു, ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നു. മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി അത് കണ്ട് രസിക്കുന്നവൻ ഒരുവനുണ്ട്, അവനാണ് സാത്താൻ. ഹല്ലേലൂയ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനൊരു ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് 1 യോഹന്നാൻ ലേഖനം 3:8 നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ച് ക്രൂശിൽ അവനെ തറച്ചു കൊന്നിട്ടും അവന്റെ ശക്തി നഷ്ടപ്പെട്ടില്ല. അവനെ കല്ലറയിൽ കൊണ്ട് വെച്ചിട്ടും അവന്റെ ശക്തി നഷ്ടപ്പെട്ടില്ല. 3-ാം നാൾ അതിശക്തിയോടെ പുറത്തു വന്നവൻ. ഹല്ലേലൂയ. 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി, 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനും, ഹല്ലേലൂയ, നമ്മെ ചേർക്കുവാൻ വീണ്ടും മധ്യാകാശത്തിൽ വരുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തവനും, പിതാവിന്റെ വലത്തുഭാഗത്ത് ലോക ജനത്തിനു വേണ്ടി, ലോകത്തുള്ള സകല ജനത്തിനു വേണ്ടി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തിനും, ശൈശവത്തിനും, ബാല്യത്തിനും, കൗമാരത്തിനും, യുവനത്തിനും, വാർദ്ധക്യത്തിനും, നിരാലംബരും, വൃദ്ധരും, അശരണരും, യാചകരും, ഓർഫനേജിലും, ഓട്ടജുവൽ തലമുറയിലായിരിക്കുന്ന സകല ജനത്തിനും, സകല പ്രകൃതിയും, ഭൂമിയിലുള്ള സകല സൃഷ്ടികളെ ഒരുപോലെ കാത്തു പരിപാലിക്കുന്ന യേശു കർത്താവിന്റെ വേണ്ടി യേശു കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ നിന്റെ ദുരന്തങ്ങൾ മാറുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും, നിങ്ങളോട് ചോദിച്ചിട്ടല്ലെങ്കിലും എന്റെ ദൈവം എനിക്ക് തന്ന ഒരു ആത്മഭാരമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊതുവായിട്ടും പരസ്യമായിട്ടും അല്ലാതെ എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയിലെല്ലാം ലോകരാജ്യങ്ങളുള്ള സകല ജനത്തെ വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരെയും എനിക്കറിയത്തില്ല, എന്നെ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, മനുഷ്യ ജീവിതം അത്രമാത്രം ദുസ്സഹമാണ്, മനുഷ്യ ജീവിതം അത്രമാത്രം അരാജകത്വമാണ്, മനുഷ്യ ജീവിതങ്ങൾ ദുരന്തം പിടിച്ച അപകടത്തിന്റെ മുന്നിലാണ്. ഏത് സമയത്തും മനുഷ്യന്റെ ജീവനെ അപഹരിക്കത്തക്ക നിലയിൽ സാത്താൻ ഓരോ പദ്ധതികളുമായി മനുഷ്യന്റെ ജീവിതത്തെ തകിടം മറിയിക്കുമ്പോൾ, അതിന്റെ നടുവിൽ ലോകശക്തികളിലേക്ക് നീ കടന്നു പോകാതെ, സൈന്യബലത്തിലേക്ക് നീ കടന്നു പോകാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നീ പ്രാപിച്ചു മുന്നേറുന്നെങ്കിൽ നിന്നെ തകർക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ ദൈവവചനം വായിച്ച് അതിന്റെ ചരിത്രപശ്ചാത്തലം എന്ന് പറയണമല്ലോ. അപ്പൊ ഇവിടെ വലിയ സ്തോത്രം, സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം വലിയ സ്തോത്രം, അതിന്റെ 1 തൊട്ടുള്ള ഭാഗം വായിക്കുന്ന ഒരു ദർശനമാണ്. അവിടെ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും
അതിന്റെ 7 വിളക്കും അതിന്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്തും ഒന്ന് ഇടത്തും ഭാഗത്തും അമേലിയ ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അല്ലേലിയ, ഒരു വലിയ ദർശനം സക്രിയ പ്രവാചകന് ദൈവം കൊടുക്കുകയാണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ പറ്റത്തില്ല. എങ്കിലും പ്രധാനമായും ഇതിന്റെ ഭാഗം വേണ്ടിയിട്ട് വീണ്ടും ഇതിനോട് താഴെ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. ഈ വലിയ ദർശനം കൊടുത്തപ്പോൾ സക്രിയാവ് ചോദിച്ചു, യജമാനനെ ഇത് എന്താകുന്നു? അപ്പോൾ ദൈവം പറയുകയാണ്, പറയുകയാണ് സ്തോത്രം, അവൻ എന്നോട് ഉത്തരം പറഞ്ഞ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താൽ അല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലുള്ള നല്ലൊരു ശക്തിയാൽ ദൈവം നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ മുഴുവൻ ചെയ്തെടുക്കും എന്ന് പറഞ്ഞാൽ, ദൈവാലയം പണിയുന്ന സെരുബാബേൽ പർവ്വത സമാനമായ ഈ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു. ഈ ദർശനം അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോത്സാഹനജനമായിരുന്നു. അപ്പം ദൈവാലയം പണിയുവാൻ വേണ്ടി ദൈവം സെരുബാബേലിനെ നിയമിച്ചെങ്കിലും സെരുബാബേലിനെ ദൈവാലയം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. ആ വെല്ലുവിളികളുടെ മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് ഈ ദൈവദാസൻ ഭാരപ്പെടുമ്പോഴാണ് ദൈവം ഈ ദർശനം കൊടുക്കുന്നത്. അത് അവന്റെ ജീവിതത്തിൽ വലിയ പ്രോത്സാഹനത്തിന് കാരണമായി തീർന്നു. ദൈവാലയ പണിക്ക് വേണ്ട വസ്തുക്കളും പണിക്കാരും കുറവായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഇപ്പം ദൈവാലയത്തിന്റെ പണിക്കാരും സാധനങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന സ്തോത്രം ദൈവാലയത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പണിയുന്ന ദൈവാലയം ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ, മുമ്പത്തെ ആലയത്തെ പോലെ വലിപ്പമുള്ള ആരാധനയല്ല ആലയമല്ല നീ പണിയുന്ന ആലയം, ദൈവാലയം ചെറുതാണെന്ന് പറഞ്ഞ് സെരുബാബേലിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനത്തെ ഒരുപാട് വൈരികളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ പുസ്തകം 4:1 തൊട്ട് 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ഈ വേളയിലാണ് ഈ ദർശനം ദൈവം കൊടുക്കുന്നത്. ഈ ദർശനം കണ്ട വിളക്കുകൾ തുടർച്ചയായി എണ്ണ ലഭിച്ചിരുന്നത് പോലെ ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിക്കുകയാണ്. അപ്പൊ ആലയത്തിൽ കത്തുന്ന വിളക്കിനകത്ത് തുടർച്ചയായി എണ്ണ ലഭിച്ച് വിളക്ക് അണയാതെ കത്തിക്കൊണ്ട് നിൽക്കുന്നത് പോലെ സെരുബാബേൽ നിന്നിലൂടെ തുടങ്ങി വെച്ച ദൈവാലയത്തിന്റെ പണി തടയുവാൻ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വൈരികൾക്ക് കഴിയില്ല. നിന്നിലൂടെ ഞാൻ ആ പണി പൂർത്തീകരിക്കും. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സഹോദര, ദൈവം നിന്നെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ചില പണികൾ, ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് മുമ്പും വൈരികൾ നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വൈരികൾ നിന്നെ നല്ല നിരാശപ്പെടുത്തി നിനക്കെതിരെ അവർ ഒരുപാട് കമ്മിറ്റികൾ പാസ്സാക്കിയാലും നല്ല ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനകത്ത് എണ്ണ തീർന്നു പോകാതെ എണ്ണ നിരന്തരമായി കത്തി വിളക്കിൽ വന്ന് വിളക്ക് നിരന്തരമായി കത്തുന്നത് പോലെ നിന്റെ ഉള്ളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകല ശുശ്രൂഷകളും ദൗത്യവും ദൈവം പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം നാം വിശ്വസനാണ്. അങ്ങനെ സ്തോത്രം. ആ ഉറപ്പ് ദൈവം എന്ത് ചെയ്ത് സെരുബാബേലിന് കൊടുത്തു. ആലയത്തിന് അടിസ്ഥാനമിട്ട അതേ കൈകൾ തന്നെ ജനങ്ങളുടെ ഹർഷാവാരങ്ങൾക്കിടയിൽ ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിപ്പാടെയായി. വലിയ പ്രതിസന്ധി, വലിയ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ ആ ഹർഷവാരത്തിനിടയിൽ കൂടെ തന്നെ ആലയത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ സെരുബാബേലിന് കഴിഞ്ഞു. ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ആണിക്കല്ല് പ്രതിഷ്ഠിക്കുമെന്ന് ദൈവം സെരുബാബേലിനോട് അരുളിച്ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കണം, നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതിമഹത്വമായതായിരിക്കും. അപ്പൊ ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേലിയരുടെ കൂടെ ദൈവം വസിക്കുവാനായി മോശ സമാഗമന കൂടാരം ഉണ്ടാക്കി. പിന്നീട് ശലോമോൻ കർത്താവിന് വേണ്ടി മഹത്തായ ഒരു ദേവാലയം പണിതപ്പോൾ ദൈവമായ കർത്താവ് ആലയത്തെ തന്റെ തേജസ്സാൽ നിറച്ചു. ഇന്ന് നമുക്ക് വിശുദ്ധിയുള്ളവനായി പരിശുദ്ധാത്മാവ് നമ്മുടെ നാം ആകുന്ന ആലയത്തിന്മേൽ വന്ന് വസിക്കുക. അപ്പം എന്താണ് സ്വതം മോശ സമാഗമന കൂടാരം പണിതപ്പോൾ അദ്ദേഹത്തെ ദൈവത്തിന്റെ തേജസ് ശലോമോൻ ദൈവാലയം പണിത് പ്രദർശിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ ഇറങ്ങി പോകുന്ന പുരോഹിതന്മാർക്ക് അതിൽ കടക്കാൻ കഴിയാത്തതുപോലെ, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ ദൈവത്തിന്റെ ആലയമൊക്കെ നമ്മളാണ്.
ദൈവത്തിന്റെ ആലയമായി നമ്മളെ തെരഞ്ഞെടുത്ത് മോശയിൽ പടർന്ന സമാഗമന കൂടാരത്തിലും സ്തോത്രം, അതുപോലെ തന്നെ ശലോമോൻ പടർന്ന ദൈവാലയത്തിലും സെരുബ്ബാബേൽ പടർന്ന ദൈവാലയത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ തേജസ് പുതിയ നിയമസഭയായിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മന്ദിരമാകുന്ന ദൈവത്തിന്റെ ശരീരഭാഗത്തിന്റെ ഭാഗമായ എന്നിലേക്ക് ആ ശക്തി ആത്മശക്തിയായി ഇറങ്ങി വന്നു. ഇത് ലോകത്തിന്റെ ശക്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് ദൈവശക്തിയാണ്. ഈ ദൈവശക്തിയെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ ആഭിചാരമായിരുന്നാലും, മന്ത്രവാദമായിരുന്നാലും, കൂടോത്രമായിരുന്നാലും, ശൂദ്രമായിരുന്നാലും, നീ ഒരുക്കുന്ന നേരസുകളും തകിടുകളായിരുന്നാലും, ഊതിക്കെട്ടുകളായിരുന്നാലും, നീ കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളും, നീ വീടിന് ചുറ്റും തകിട് കൊണ്ടിട്ടാലും, മലയത്തിന് ചുറ്റും ബിസിനസ് സ്ഥാപനത്തിന് തകിട് കൊണ്ടിട്ടാലും, തലയോട്ടി കൊണ്ടിട്ടാലും, വലിയ മൊട്ടത്തോട് കൊണ്ടിട്ടാലും, അങ്ങനെ വിവിധ നിലങ്ങളിലാണല്ലോ തന്ത്രങ്ങൾ നിലയുന്നത്. അല്ലേലിയ. ഒരിക്കലും ഒരു സൗകര്യം പറഞ്ഞ എന്റെ പാസ് വീടിന്റെ ഒരു സൈഡ് മുഴുവൻ മുടി തിരുക്കി കെട്ടി ഏതാണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടിട്ട് ഞാൻ അതിനകത്ത് കത്തിച്ചുകളാ. അല്ലേലിയ. അതിനകത്ത് കത്തിച്ചുകളാ. അതൊന്നും നിന്നെ ഒന്നും ചെയ്യത്തില്ല. അല്ലേലിയ. പ്രകൃതിയിൽ പലതും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അല്ലേലിയ. നിന്നെ ഭയപ്പെടുത്തും, നിന്നെ നശിപ്പിക്കും, നിന്നെ ഉള്ളിൽ ഭയന്ന് നിന്നെ തകർക്കുന്ന വിധത്തിൽ നിർജീവമായ പല സാധനങ്ങളിലൂടെ നിന്നെ ഭയപ്പെടുത്തുവാൻ സാത്താൻ പല തന്ത്രങ്ങളും കൊണ്ടുവരും. അതുകൊണ്ട് നീ അതിനെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഒരിക്കലും സഹോദരൻ പറഞ്ഞു എന്റെ പാസ് തകിട് കിടക്കുന്നു. ഞാൻ പറഞ്ഞു അതൊരു നിർജ്ജീവമായ തകിടാണ്, അതിനകത്ത് ഒന്നുമില്ല. അതെന്തോ ഒരു ലോക കഷ്ണങ്ങൾ കൊണ്ട് പണിതെടുത്തൊരു സാധനമാണ്. അതിനകത്ത് എന്തോ മനുഷ്യന് ഇഷ്ടപ്പെടുന്നതിനെ കുത്തിക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കത്തില്ല സഹോദര, അതിനെ നീ എടുത്ത് തോട്ടിലേക്ക് എറിയാൻ പറഞ്ഞല്ലേ. സഹോദരൻ, അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെ ഒതുക്കുവാൻ, നിന്നെ തകർക്കുവാൻ ഒരു ദുർമന്ത്രവാദ ദുർഭൂത ശക്തികളും ദുർഭൂത ആരാധനകൾക്കും സാത്താന്റെ ഒരു തന്ത്രങ്ങളും കഴിയുകയില്ല. കാരണം നീ ദൈവശക്തിയാൽ നിറയപ്പെട്ട് നിൽക്കുന്നവനാണെങ്കിൽ, ദൈവശക്തിയാൽ നിറയപ്പെട്ട് നിൽക്കുന്നവളാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നീ നിൽക്കുന്നെങ്കിൽ, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി നീ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്നവളാണോ, നിന്നെ തൊടുവാൻ ഉലകത്തിൽ ഒരു സാത്താന് ശക്തിക്കും കഴിയില്ല. അല്ലേ? ഇവിടെ രണ്ട് ശക്തിയാ, ഒന്ന് ദൈവശക്തി, സാത്താന് ശക്തി. സാത്താന് ശക്തി പല തന്ത്രങ്ങളിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ഞെരുങ്ങിപ്പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവരോടുകൂടെ വസിക്കുമെന്നാണ് വെളിപ്പാട് 21-3 വാക്യം പറയുന്നത്. അപ്പൊ ദൈവം ദർശനം കൊടുക്കുക. പുതിയ യെരൂശലേമിനെ കുറിച്ച് ആ ദർശനം കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആ വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. തുടർന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇത് മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടെ അവരോടുകൂടെ വസിക്കുക. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവത്തിന്റെ കൂടാരമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ കൂടാരത്തിനകത്ത് ദൈവം വസിക്കുന്നുണ്ടെന്ന്, നമ്മളാകുന്ന ഈ കൂടാരത്തിൽ ദൈവം വസിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 1 കൊരിന്ത്യർ 3:16 വായിക്കുന്നുണ്ട്. അതെ, നാം ദൈവത്തിന്റെ കൂടാരമാണ്, ദൈവം നമ്മളിൽ വസിക്കും. നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പ്രാർത്ഥന സ്ഥലമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. നാം ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ദൈവം നമ്മളിലുണ്ട്. നാം ദൈവത്തിന്റെ കൃഷിയാണ്, നാം ദൈവത്തിന്റെ നല്ല നിലമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിലുടനീളം യേശു ക്രിസ്തുവിനാൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ തകർക്കുവാൻ ഒരുത്തർക്കും കഴിയില്ല. നിന്റെ ജോലിക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ വിദ്യാഭ്യാസത്തിന് നേരെ, നിന്റെ നന്മയ്ക്ക് നേരെ, നിന്റെ ശരീരത്തിന് നേരെ പലവിധമായ ആസൂത്രണ പദ്ധതികൾ പിശാച് ആവിഷ്കരിച്ചുകൊണ്ട് നിന്നെ തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ വേണ്ടി പിശാച് നിനക്ക് നേരെ കൊഞ്ഞനം കുത്തും. ഹല്ലേലൂയ. അങ്ങനെ അത് പറയരുത് കേട്ടോ. അതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാമത്തെ വാക്യത്തിൽ വിചാരം യാക്കോബിന് പറ്റിയില്ല, ലക്ഷണവിധി ഇസ്രായേൽ ഫലിക്കുകയില്ല. അത് നീ വിചാരത്തെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. സെരുബ്ബാബേൽ ആലയം പണിത സമയം തൊട്ട് സെരുബ്ബാബേലിന് മുമ്പിൽ വൈരികൾ നിൽക്കുകയാണ്. അവര് പറയുക, സെരുബ്ബാബേലേ, നിനക്ക് ഈ ആലയത്തിന്റെ പണി ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, അതിനുള്ള സാമഗ്രികളും ഇല്ല. അതിന് വേണ്ടുന്ന കല്ലുകളായിരുന്നാലും തടികളായിരുന്നാലും മറ്റൊന്നും ഇവിടെ തികയുന്നതില്ല. പിന്നെ നിനക്ക് പണിക്കാൻ കുറവാണ്. മുമ്പുണ്ടായിരുന്ന ദൈവാലയം വളരെ മനോഹരമായിരുന്നു, അത് വലിയ ശ്രേഷ്ഠമായ വലിയ ദൈവാലയമായിരുന്നു. അതിനോടൊപ്പം നീ പണിയുന്ന ദൈവാലയം ഒക്കത്തില്ല എന്ന് പറഞ്ഞ് സെരുബ്ബാബേലിനെ നിരാശപ്പെടുത്തുമ്പോഴാണ് ദൈവം ഈ ദർശനം കൊടുക്കുന്നത്.
വിളക്കിനകത്ത് എണ്ണ തീരാതെ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ സെരൂബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം വല്ലുരിയ, അതിനെ നീക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഞാൻ നിന്നിൽ പകർന്നിരിക്കുന്നത്. കൊണ്ട് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നീ ഭയപ്പെടേണ്ട. കൃപ എന്ന ആണിക്കല്ലോടുകൂടി നീ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കും. അതേ സ്നേഹിത, നിന്നെ തകർക്കുവാൻ ഉലകത്തിനും ശക്തിക്ക് കഴിയത്തില്ല. പ്രൈസലോ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. നിന്റെ ജീവിതം എന്ന് പറയുന്ന ക്രിസ്തുവിന് വേണ്ടി നല്ല നിലമായി, നിന്റെ ഹൃദയം നല്ല നിലമായി ദൈവം വചനമാകുന്ന വിത്ത് നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കുമ്പോൾ, ആ വചനമാകുന്ന വിത്ത് നിന്റെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് ഫലം കായ്ച്ചു തുടങ്ങുമ്പോൾ, ഫലം പുറത്തേക്ക് പുറപ്പെടുവിക്കുമ്പോൾ എന്ന് പറഞ്ഞ് നീ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് ദൈവസന വിശുദ്ധിയോടുകൂടി നിൽക്കുമ്പോൾ, ആ വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കും. നിന്നെ അശുദ്ധിയിലേക്ക്, അതിനകത്ത് നീ ഭാരപ്പെടും. അപ്പോൾ നമ്മളെന്താണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ ദൈവത്തിന്റെ ആലയമായി അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ ആലയമായി നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമെന്ന്. ഹല്ലേലൂയ. ഇത് വേദപുസ്തകം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. സെഫന്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സെഫന്യാവിന്റെ പുസ്തകം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: നിന്റെ ദൈവമായി രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അപ്പൊ നിന്റെ ദൈവമായ യഹോവ അവൻ രക്ഷിക്കുന്ന വീരനായി, അല്ലെങ്കിൽ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, നിന്റെ ഹൃദയമധ്യേ ഇരിക്കുന്നു. അവൻ നിന്റെ വീട്ടിനകത്തുണ്ടായിരിക്കണം, നിന്റെ തലമുറയിലുണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി ഇരിക്കണം. പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയട്ടെ, ആശ്ചര്യമായ ദേവാലയമല്ല നമ്മൾ. ഇവിടെ മോശ പണിത സമാഗമന കൂടാരമോ ശലോമോൻ പണിത അതിസുന്ദരമായ ദൈവാലയമോ ഹല്ലേലൂയ സെരുബാബേലിനെ കൊണ്ട് പണിയിപ്പിച്ച ദൈവാലയവും അല്ല നമ്മൾ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിലെ ആലയങ്ങൾ അത് നിഴല്, പുതിയ നിയമത്തിലെ ആലയം പൊരുളായി നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ ആലയം. അതെന്തിനാണ് 4 ചുവരുകൾ തീർത്ത് ഒരാലയം പണിതുയർത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ വിവിധ സാഹചര്യങ്ങൾ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സങ്കടപ്പെട്ട് കണ്ണുനീര് ദുഃഖത്തോടെ നിറയപ്പെട്ട് ജീവിതം നയിക്കുമ്പോൾ അവന് സ്വസ്ഥതമായി വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്ന യേശുവിന്റെ സ്നേഹത്തെ പ്രകടമാക്കി നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുവാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ നമ്മൾ ആശ്ചര്യമായ ദൈവാലയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതല്ല ദൈവാലയം കേട്ടോ, അത് കൂടി വരുവാൻ ഒരു ഇടമാണ്. അല്ലെ, ഒന്നിച്ച് സമ്മേളിക്കുവാനുള്ള, ഒന്നിച്ച് കാണുവാനുള്ള, സമ്പർക്കം ചെയ്യുവാനുള്ള, സംസാരിക്കുവാനുള്ള, വിഷയങ്ങളെ പറയുവാനുള്ള, ആശ്വാസം കണ്ടെത്തുവാൻ, പരസ്പരം സ്നേഹിപ്പാൻ, പരസ്പരം ഒന്ന് കൈകൊടുക്കുവാൻ, പരസ്പരം മിണ്ടുവാൻ, തെറ്റുകുറ്റങ്ങൾക്ക് എന്ന് പറഞ്ഞ് തീർക്കുവാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഭൂമിയിലെ ആശ്ചര്യമായ ദൈവാലയം. അവിടെ ഒരു ഗുരുവിനെ വെച്ചിട്ടുണ്ട്, ഒരു പുരോഹിതനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ ദൈവിക വചന സന്ദേശമാണ് നീ കേൾക്കുന്നതെങ്കിൽ അതിന്റെ അകത്ത് നീ ഇരുന്ന നീയാണ് മന്ദിരം. നിന്റെ ഉള്ളിൽ രക്ഷിക്കുന്ന വീരനായി യഹോവ വസിക്കുന്നതുകൊണ്ട് നിന്നെ അവൻ പണിതുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പുണ്ട്. നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ കുടുംബത്തിനകത്തുണ്ടോ സഹോദര സഹോദരി? നിന്റെ ജീവിതത്തിലുണ്ടോ? നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ കടക്കുന്ന സമയം തൊട്ട് ഹല്ലേലൂയ വൈകിട്ട് നീ കിടക്കയിൽ വന്ന് കിടക്കാൻ പോകുന്നിടം വരെ നിന്റെ ദൈവമായി രക്ഷിക്കുന്ന നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഉണ്ടോ? കള്ളുഷാപ്പിൽ പോയി നിൽക്കുമ്പോഴല്ല കേട്ടോ, ബാറിൽ പോയി നിൽക്കുമ്പോഴല്ല, ബീവറേജിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴല്ല, ചീട്ടുകളി കേന്ദ്രം, ചൂതാട്ടകരും, വ്യഭിചാര കേന്ദ്രങ്ങൾ, അയൽവാസികളെ വീട്ടിൽ പോയി നുണ പറയുമ്പോഴും അല്ല കേട്ടോ. അമ്മായിയമ്മയെ മരുമോൾ അടിക്കും, മരുമോളെ അമ്മായിയമ്മ അടിക്കും, കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ കലഹമുണ്ടാക്കുമ്പോഴും, രാഷ്ട്രീയ വിദ്വേഷം പരത്തുമ്പോൾ, വർഗീയത സൃഷ്ടിക്കുമ്പോഴും അല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായിരിക്കുന്നത് നാം വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ്. ആരാധനയോടും പ്രാർത്ഥനയോടും സ്തുതികളോടും കൂടെ
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കൃപ എന്ന ആണിക്കല്ലോടുകൂടി സെരുബ്ബാബേൽ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ച് ആണിക്കല്ല് കയറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ഇടം കൊടുത്തുകൊണ്ട് കർത്താവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് നമ്മുടെ കഷ്ടം മാറാത്തത്? എന്താണ് നമ്മുടെ സങ്കടം മാറാത്തത്? എന്താണ് നമ്മുടെ കണ്ണുനീര് മാറാത്തത്? എന്താണ് നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകാത്തത്? കുടുംബത്തിന്റെ ബാധ മാറിപ്പോകാത്തത്? കുടുംബത്തിന്റെ ശാപം നീങ്ങിപ്പോകാത്തത്? നിന്റെ ഉള്ളിൽ ഭയം തട്ടുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ജീവിതത്തിൽ പലപ്പോഴും നീ ജീവിതത്തിൽ ക്രമീകരണമല്ലാത്ത ജീവിതം നയിക്കുന്നു. അല്ലേലും അപ്പം ഭയം ഉണ്ടാകും. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കവിതാക്കൾ പ്രേമം വർദ്ധിക്കുകയാണ്. ഒരുപാട് പ്രേമങ്ങൾ വർദ്ധിച്ച പ്രേമത്തിന്റെ അവസാനം നിരാശ, നൈരാശ്യം കൊണ്ട് അവസാന ആത്മഹത്യ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായഭേദത്തിന് പ്രായം പോലും നോക്കാതെ പ്രേമത്തിനിടം കൊടുത്ത് ഒരുപാട് പേർ പ്രേമിച്ച പ്രേമം അവസാനം നിരാശയിലേക്ക് കൊണ്ടുപോയി, അത് അവസാനം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ട്? നിന്റെ ജീവിതത്തിൽ ക്രമീകൃതമായ ജീവിതമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നിന്നെ വളർത്തി വലുതാക്കി എടുത്ത, നിന്നെ പോറ്റി പുലർത്തിയെടുത്ത മാതാപിതാക്കളെ അനുസരിക്കാതെ, നീ നിന്ന സമൂഹത്തെ, നീ പോയ സമൂഹത്തിന്റെ ഗുരുക്കന്മാരെ നീ അനുസരിക്കാതെ, ഹല്ലേലൂയ, നിന്റെ ഇഷ്ടപ്രകാരം നീ ലോകസുഖം തിരഞ്ഞെടുത്തപ്പോൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് സാത്താൻ നിന്നെ വലിച്ചുകൊണ്ടുപോയപ്പോൾ, ദൈവത്തിന്റെ മന്ദിരമായിരിക്കേണ്ട നിന്നെ പിശാചിന്റെ മന്ദിരമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അവൻ നിന്റെ ഉള്ളിൽ പാപ സ്വഭാവങ്ങൾ തന്നു. ആ പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി, അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയി, അത് നിനക്ക് നിരാശ തന്നു, സങ്കടം തന്നു, നിന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് പകൽ അതേ സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുന്ന സഹോദരി, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഉണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അല്ല, നമ്മുടെ പാപമാണ് നമ്മളെ ദൈവത്തിന് അകറ്റിക്കളയുന്നത്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അത് സെരുബ്ബാബേൽ ദൈവത്തിന്റെ ആലയം പണിതുകൊണ്ടിരുന്നപ്പോൾ അവനെതിരെ ഒരുപാട് വിരോധികൾ നിന്ന് അവനെ നിരാശപ്പെടുത്തുമാറ് വലിയ ഹർഷമാരം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെരുബ്ബാബേൽ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അതേപോലെ സഹോദര സഹോദരി, നീയാകുന്ന മന്ദിരത്തിനകത്ത് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നീ സ്തുതിച്ച് ദൈവത്തോടു കൂടെ നിൽക്കുമ്പോൾ നിന്റെ വൈരികളും ശത്രുക്കളുമായിരിക്കുന്ന അനുഭവത്തെ ആളുകൾ വലിയ ഹർഷമാരവത്തോടു കൂടി നിന്നെ തകർക്കുവാൻ, നിന്നെ ലജ്ജിപ്പിക്കുക, നിന്നെ താഴ്ത്തുവാൻ, നിന്നെ പരിഹസിക്കുന്ന ഒരുപാട് പരിഹാസികൾ നിനക്കെതിരെ കടന്നു വരാം. അവിടെ നീ കൃപ എന്ന് നീ ആത്മോടുകൂടി നീ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി എന്റെ ഹൃദയത്തിൽ എന്റെ മധ്യേ ഉണ്ടെന്ന് നീ നിറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നീ പണി പൂർത്തീകരിച്ചാൽ നിന്നെ പിന്നെ ആർക്ക് തകർക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം കേട്ടോ, ദൈവത്തോട് ചേർന്ന് വസിക്കണം. അപ്പൊ ഇവിടെ ശിഷ്യന്മാർ മാളികമുറിയിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ഉയരത്തിനിട്ട് 40 നാളോളം ശിഷ്യന്മാർ പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറി പോയി. അല്ലെങ്കിൽ ആ സമയത്ത് ശിഷ്യന്മാർ മാളികമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അഗ്നിമയമായ നാവുകൾ, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന 120 പേരും വന്ന് പതിഞ്ഞു എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം ലാസ്റ്റ് ഭാഗമൊക്കെ വായിച്ചു വരുമ്പോഴും അപ്പോസ്തലർ 2-ാം അധ്യായം വായിക്കുമ്പോഴാണ് യേശു സ്വർഗാരോഹണം ചെയ്ത്, ഹല്ലേലൂയ, ആമേ സ്വർഗത്തിലേക്ക് കരയേറി പോയി കഴിഞ്ഞ് 40 ദിവസം പോയി കഴിഞ്ഞ് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടിയിരുന്ന 120 ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സ്വർഗീയഗ്നി അവരുടെ പാപങ്ങളെ, ശാപങ്ങളെ, അശുദ്ധിയെല്ലാം ദഹിപ്പിച്ചു കളയുന്ന സ്വർഗീയാഗ്നി ഇറങ്ങി വന്നത്. അപ്പൊ 120 മേൽ ഇറങ്ങി വന്ന അഗ്നിയുള്ള പാപത്തെ, ശാപത്തെ, രോഗത്തെ, ബന്ധനത്തെ, ദുർഭൂത ശക്തികളെ, ദുർഭൂതാനത, ദുർമതപ്പുകളെ, സാത്താങ്ങളുടെ സകല അശുദ്ധിയെ കത്തിച്ചു കളയുന്ന ദിവ്യാഗ്നി നിന്റെ മേൽ ഇറങ്ങട്ടെ. ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിന്റെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അവരാണ് നിങ്ങൾ വസിക്കുന്നത്. ഹല്ലേലൂയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വസിക്കുന്നത് ആരായിരിക്കണം? യേശു ആയിരിക്കണം. ദൈവത്തിന്റെ ആത്മാവായിരിക്കണം നിങ്ങൾ വസിക്കുന്നത്. ഹല്ലേലൂയ. ആമേ സുഖപ്രസവത്തിനായി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ, ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ട്, ഹല്ലേലൂയ, ആ സ്ത്രീ സുഖപ്രസവത്തിന് വേണ്ടി കാത്തിരിക്കും. ഡോക്ടർമാർ സുഖപ്രസവത്തിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒരു നോർമൽ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവമക്കൾ എപ്പോഴും ദൈവസ്നേഹ ഉണർവുള്ളവരായിരിക്കണം.
ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിൽ ഉരുവാകുവോളം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന പോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തു ഉരുവാകത്തക്ക നിലയിൽ പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തരായിരിക്കണം. എപ്പോഴും നമ്മൾ എതിരിയ സോദരം ഒരു സുഖപ്രസവത്തിന് ആഗ്രഹിക്കുന്ന സ്ത്രീയെ പോലെ ദൈവസനയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം കർത്താവ് പറഞ്ഞു, നീ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം, ഒരുക്കത്തോടു കൂടി ഇരിക്കണം. ഹല്ലേലൂയ. ഒരുക്കത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ മാത്രമേ സഹോദര സഹോദരി നിനക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതേപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എപ്പോഴും സ്വർഗീയ വിളിക്ക് ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്താണ് നമ്മുടെ വിളി വരുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ ഈ സമയത്ത് എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, ഏത് സാഹചര്യത്തിൽ മരിക്കും, എവിടെ കിടന്നു മരിക്കും, ആ മരണത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ, ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ മരണം മനുഷ്യനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ വിളി വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് നീ ഒരുക്കത്തോടെ ഇരിക്കണം. നിന്റെ ശരീരമാകുന്ന ആലയത്തെ നീ പണിതുകൊണ്ടിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ വിശുദ്ധിയെ നമ്മെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താൻ പിശാച് കടന്നു വരും. അല്ലെങ്കിൽ നമുക്കറിയാം, ഈ കാലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് പോകുന്ന അനവധി ആളുകൾ സിഗരറ്റും ബീഡിയൊക്കെ വലിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ എന്റെ അപ്പനൊക്കെ ഞങ്ങൾ ക്രൈസ്തവരായിരുന്നു. ക്രൈസ്തവ ദേവാലയത്തേക്ക് പോകുമ്പോൾ എന്റെ അപ്പനൊക്കെ വീടിയും വലിച്ചുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് വരെ ചെല്ലും. പള്ളിമുറ്റത്ത് ചെല്ലുമ്പോഴേ പെട്ടെന്ന് കയ്യിലിരിക്കുന്ന വീടിക്കുറ്റി, അന്ന് വീടിക്കുറ്റി എരിവ് എന്നാൽ ഈ സിഗരറ്റൊക്കെ ഒന്നും വലിക്കാൻ പൈസ കുറവാണ്. അതുകൊണ്ട് എന്റെ അപ്പനൊരു സിഗരറ്റല്ല, വീഡിയോ വലിക്കുന്നത്, വലിയ വീഡിയോകളൊക്കെ. അത് വലിച്ച പള്ളിമുറ്റത്തേക്ക് ചെല്ലുമ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും ചില പുറകെയൊക്കെ ആ വീടിക്കുറ്റി അന്നേരം ആഞ്ഞു വലിച്ച് പുക പുറത്തോട് ഊതി വിട്ടിട്ട് അത് കുറ്റിയാന്ന് എടുത്ത് എറിഞ്ഞിച്ച് പെട്ടെന്ന് പള്ളിക്കകത്ത് ചാടിക്കയറും. ലേലിയ. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് ബോധം ഉണ്ടായി. പള്ളിക്ക് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് കയ്യിലിരുന്ന് എരിയുന്ന സിഗരറ്റിന്റെ കുറ്റി അല്ലെങ്കിൽ വീടിക്കുറ്റി വലിച്ചെറിയണം തോന്നുന്നത്. അപ്പം പള്ളിയിലേക്ക് കയറണമെങ്കിൽ സിഗരറ്റിന്റെ കുറ്റി വലിച്ച പള്ളിയിലേക്ക് കയറി വായിലിട്ട പുകല തുപ്പിക്കളയണമെന്ന് നിനക്കൊരു ബോധമുണ്ടായെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, പള്ളിയുടെ അകത്തേക്ക് നീ വിശുദ്ധിയോടുകൂടി കയറാൻ സ്വീകരിച്ച പോലെ തന്നെ നിന്റെ ശരീരമാകുന്ന മന്ദിരം നീ കാത്തു സൂക്ഷിക്കണം. പള്ളിയിൽ കയറണമെങ്കിൽ വീടിക്കുറ്റി കളയണമെന്ന് എന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ ഇങ്ങനെയുള്ള കുറ്റികളൊന്നും വെക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റികളൊക്കെ ഒരുപാട് കുറ്റികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവസാനമായ കുറ്റിയൊന്ന് ഊതി വലിച്ചെടുത്ത് അവസാനത്തെ പുകയുടെ രുചിയൂടെ വലിച്ചെടുത്ത് അന്ത്യചുംബനം കൊടുക്കുന്ന പോലെ ചില ഞാനൊക്കെ വലിയ സിഗരറ്റൊക്കെ വലിക്കുന്നു. അവസാനം കൈ പൊള്ളാനാകുന്ന കുറ്റിയാകുമ്പോൾ അവസാനം ഊരിയെടുക്കുക അവസാന സത്തൂടെ അതെന്ന് പറഞ്ഞാൽ അന്ത്യചുംബനം കൊടുക്കുന്നവർ അന്ത്യചുംബനം കൊടുത്തിട്ട് അതിൽ കുറ്റിയെടുത്ത് കളയും എന്ന് പറഞ്ഞവരെ പല ക്രൈസ്തവ വിശ്വാസികളും. അല്ലെങ്കിൽ പള്ളിമുറ്റത്തേക്ക് അവന് ബോധമുണ്ട്, പള്ളിയിൽ കയറണമെങ്കിൽ സിഗരറ്റ് വലിച്ചു കയറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സഹോദര, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദുരാത്മാവിനെ നീക്കിക്കളയണം. നീ പള്ളിയിൽ ചെല്ലുമ്പോൾ മാത്രം നീ എവിടെയും ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരാണ്, നാം ആലയത്തിലേക്ക് പോകുന്നത് വിശുദ്ധിയോടെ ആയിരിക്കണം. അത് ദൈവത്തിന്റെ ആലയമായി നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തെ ദൈവം പണിതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആലയത്തിനകത്ത് അശുദ്ധി വരരുത്. പുറത്തുനിന്ന് നിന്നെ നിരാശപ്പെടുത്ത വൈരികൾ നിനക്കെതിരെ വെല്ലുവിളിച്ചാലും കൃപയെ കുറവാകുന്ന ആർപ്പോടുകൂടി ആലയത്തിന്റെ മാണിക്കല്ല് കയറ്റവും ദൈവം പറഞ്ഞത് എങ്ങനെയാണ്? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്ന് കണ്ണുകൾ നനയ്ക്കാമോ? ദൈവശരീരെ ലോകത്തിന്റെ ഇമ്പങ്ങളും ഇഷ്ടങ്ങളും വിട്ട് ഈ ലോകത്തിന്റെ സൈന്യശക്തിയല്ല, ലോകത്തിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് നീ നിറയപ്പെടുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ ദുരന്തങ്ങൾ മാറി, ശാപങ്ങൾ മാറി, ബന്ധനങ്ങൾ മാറി, നിന്റെ കഷ്ടനഷ്ട പോരാട്ട പ്രതിസന്ധികൾ മാറി, നിന്റെ ജീവിതത്തെ ദൈവം തന്നെ മന്ദിരമായി പണിതെടുത്ത് പരിശുദ്ധാത്മാവെന്ന ശക്തി എന്ന് പറയുന്ന ദൈവം നിന്റെ മേൽ പകരും. അങ്ങനെ ഒരു അനുഭവം വന്നാൽ നിന്റെ ജീവിതം നിന്റെ കുടുംബം അനുഗ്രഹിക്കുക. അതിനായി നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുന്നു. കേരളത്തിനും ലോക രാജ്യങ്ങളുടെ സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ബാലയും പണി തുടങ്ങിയപ്പോൾ ഒരു കൂട്ടം വൈരികളെ നിരാശപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ ആലയമായി ദൈവം ഭൂമി തെരഞ്ഞെടുത്ത് കർത്താവ് ആലയത്തിന്റെ പണി മനുഷ്യന്റെ ഉള്ളിൽ ആ പണി നടക്കുമ്പോൾ അവനെ നിരാശപ്പെടുത്തി പാപത്തിലേക്ക് വലിച്ചുകൊണ്ടെന്ന് ഒരുപാട് വിരോധികൾ കർത്താവ് ജനത്തിന്
എതിരെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് ലോകശക്തിയല്ല, ലോകത്തിന്റെ അല്ലെങ്കിൽ കഴിവുമല്ല, ലോകത്തിൻ്റെതായ ഒന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയിലെ ജനം നിറയപ്പെട്ട് കർത്താവിൻ കുടുംബങ്ങൾ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളെ നശിപ്പിക്കുന്ന ജനത്തെ നശിപ്പിക്കുന്ന എല്ലാ പാപ സ്വഭാവം എല്ലാവരും വെൽക്കൂത്ത സ്വഭാവത്തിൽ ജനം വിടുവിക്കപ്പെടും. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ശാപങ്ങളും മാറി, എല്ലാ പാപങ്ങളും എല്ലാ ദുർഭൂത മന്ത്രവാദ ശക്തിയും നീങ്ങി ഓരോ കുടുംബത്തെ വിടുവിക്കണമേ. ലോകമ്പോഴുള്ള ക്രൈസ്തവ ജനത്തെ ഓർക്കുന്നു, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നു ജനത്തെ വിടുവിക്കണമേ. കാലവർഷം ശക്തമായി പെയ്തിറങ്ങുമ്പോൾ കർത്താവ് ഞാൻ കേരളം, ഭാരതം, ലോക രാജ്യങ്ങൾക്ക് സൂക്ഷിക്കപ്പെടുവാൻ ജനത്തെ സൂക്ഷിക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.